നടന്നുകൊണ്ടിരിക്കുന്ന മുണ്ടൂർ തൂത സംസ്ഥാന പാതയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം പാതയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരുപാട് അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കച്ചേരിക്കുന്നിലാണ്. ഇന്ന് രാവിലെയും കൂടെ കച്ചേരിക്കുന്നിൽ ഇതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കാറ് വന്ന് ഇടിച്ച് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് അടക്കാപുത്തൂരിൽ ഒരു സ്കൂട്ടറിന് പിറകിൽ ലോറി വന്നിടിച്ചിട്ട് അപകടമുണ്ടായി. അത് ദാരുണമായി സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ട സംഭവം. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ റോഡിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം വിവിധ ഭാഗങ്ങളിലായിട്ട് കാറൽമണ്ണ, അടക്കാപുത്തൂർ തുടങ്ങി പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് അപകടങ്ങളാണ് നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇവിടുത്തെ പ്രദേശവാസികളോടും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കളും നമ്മളെ കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു പാതയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അപകടങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. എന്തായിരിക്കും ഇത്തരത്തിൽ വലിയൊരു രീതിയിൽ അപകടങ്ങൾ ഇങ്ങനെ നടക്കാനുള്ള കാരണം? ഈ റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടേ മുമ്പ് കാലങ്ങളിൽ തന്നെ ഇത് നിർമ്മാണം നടക്കുന്ന സമയത്ത് 9 ആളുകളുടെ മരണം നടന്നിട്ടുണ്ട്. നിർമ്മാണം നടക്കുന്ന സമയങ്ങളിൽ ഈ വാഹനം ഇടിച്ചിട്ടും ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിഗ്നൽ ബോർഡുകൾ വെക്കാതെ ആളുകൾ അപകടത്തിൽ മരിക്കുന്നുണ്ടായിരുന്നു. അന്ന് 9ഓളം ആളുകളെന്നാണ് നമ്മുടെ ഒരു ഓർമ്മ. അതിൽ ഈ മില്ലുംപടിയിലൊരു ഒരു സാധു മനുഷ്യൻ കച്ചവടം ചെയ്തൊരു കുടുംബത്തിൻ്റെ അത്താണ് അയാൾ വരെ മരിച്ചിട്ടുണ്ട് നമ്മളറിയുന്നത്. അന്ന് മുതലേ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഈ റോഡ് 4 വരിപ്പാതയിൽ നിന്ന് വീതിയിൽ വരുന്ന ഈ റോഡ് 2 വരിപ്പാതയായി ചുരുങ്ങുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ സൈൻ ബോർഡില്ല. അതേപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഈ കമ്പനി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്രയും മരണവും ഈ ആളുകളുടെ മരണമെന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടില്ല. അത് ശരിക്കും കൊലപാതകമാണത്. കാര്യം എന്തൊക്കെയാണെങ്കിലും അതായത് നമ്മൾ സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും അതിൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇതുപോലൊരു മോശമായ രീതിയിൽ ആളുകൾ തുടർച്ചയായി മരണം സംഭവിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ഇതിൻ്റെ കൊലപാതകം എന്ന് വിളിക്കാൻ തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് മാറാൻ ഈ സംവിധാനങ്ങൾ ആരോട്ടെ XOR നമ്മളുടെ നിലവിലെ സാഹചര്യത്തിൽ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ പ്രധാനം, അവരുടെ ജീവന്. അല്ല ഒരു സംവിധാനവും ഈ കണ്ട സമയം കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ഇതിന് ശ്രമം നടത്തുന്നത് പോലും നമുക്ക് ലഭിക്കണില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഈ റോഡ് വർക്ക് നടക്കുമ്പോൾ ഇതിൻ്റെ പല പോസ്റ്റുകളും റോഡിൽ ഇറക്കി വെച്ചിരുന്നു. പിന്നീട് അത് അപകടമായി വരും എന്ന് ആയ സമയത്തും വിവാദമായപ്പോൾ അത് മാറ്റുന്നത്. ഇന്നും 26-ാം മൈലിൽ റോഡിൻ്റെ സൈഡിൽ റോഡിലേക്ക് ഇറങ്ങിയൊരു പോസ്റ്റ് ഉണ്ട്. ഏത് നിമിഷം അവിടെ സംഭവിക്കാം. ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചുകൂടി വേഗതയിൽ സഞ്ചരിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികളിൽ കുടുംബത്തിൻ്റെ അത്താണിയായി വരേണ്ട കുട്ടികളാണ് ഇതിൽ കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. അതാണ് നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുന്നത്. അത് വല്ലാത്ത വേദന തന്നെയാണ്. ഞാൻ കൂടെ പറയട്ടെ, കൃത്യമായ ഇതിന് മീഡിയകൾ, നമ്മുടെ ചെറുപ്പശ്ശേരിയിൽ നിങ്ങൾ ഉൾപ്പെട്ട മീഡിയകൾ, നിങ്ങളെ ചാനലിനെ പറയാം, കൃത്യമായ വിവരങ്ങൾ ഇതെല്ലാ സമയത്തും നിങ്ങളൊക്കെ അത് ന്യൂസ് കൊടുക്കുന്നുണ്ട്. ഇത് അധികാരികളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വലിയൊരു ഖേദം തന്നെയാണ്. നമുക്ക് ആളുകളുടെ ജീവനും സ്വത്തും തന്നെയാണ് പ്രധാനം. മറ്റ് രാഷ്ട്രീയങ്ങളൊന്നും ഇതിലില്ല. കാരണം അത് സംരക്ഷിക്കേണ്ട ആളുകൾ തിരിഞ്ഞു നോക്കുന്നുള്ള ഒരു സങ്കടം നമുക്കുണ്ടത്. എപ്പോഴെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അധികൃതർ? ഇതിൻ്റെ മുന്നോടിയായിട്ട് ഉള്ള സമരങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ തന്നെ സ്ഥലം MLA ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇത്തരം കാര്യങ്ങൾ നടത്താമെന്ന് മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കാര്യവും എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല. കാരണം ഈ കച്ചേരിക്കുന്ന് ജംഗ്ഷനിൽ സ്പീഡ് ബ്രേക്കറിന് മഞ്ഞ ഇത് വെക്കാവുന്നു. ഇവിടെ തന്നെ ഈ ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുകയാണ് ഇവിടെ സിഗ്നൽ പോലുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ അല്ലെങ്കിൽ അപകട മുന്നറിയിപ്പ് ഫ്ലാഷ് ലൈറ്റ് ഉൾപ്പെടെയുള്ളത് വെക്കാമെന്നുള്ളതൊക്കെ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇതുവരെ നടപ്പിലായിട്ടില്ല. മുണ്ടൂർ തൂത സംസ്ഥാന പാത ഏതാണ്ട് 39 കിലോമീറ്ററോളം ഉണ്ട് തൂത വരെ മുണ്ടൂർ മുതൽ. ഈ പാതയിൽ പല സ്ഥലത്ത് ഈ റോഡ് 2 വരിയായിട്ട് ചുരുങ്ങുന്നുണ്ട്. ആ 2 വരി ചുരുങ്ങുന്നതിന് ബോർഡില്ല, അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഇല്ല. അപ്പോൾ ഇനി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ സാറിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ അവർകൾക്കും നമ്മൾ ഒരു കൃത്യമായിട്ട് അവർക്ക് പരാതി എഴുതി തയ്യാറാക്കി ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തുകൊണ്ട് അത് കൃത്യമായി അവരുടെ കയ്യിലെത്തിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും മന്ത്രിമാരെ നേരിട്ട് വിഷയം ഈ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഇടപെടലുകൾ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ അപകടങ്ങൾ ഇവിടെ ഒഴിവാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഇനിയും കാത്തു കിടക്കുന്നുണ്ട്. ചെർപ്പളശ്ശേരിയെ സംബന്ധിച്ച്
മുണ്ടൂർ തൂത സംസ്ഥാന പാതയെ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള മന്ത്രിമാരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാക്കാനാണ് വരും ദിവസങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഗതാഗത മന്ത്രിക്കും അതേപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് അധികൃതരോടാണ്. ഈ പാതയിലൂടെ സഞ്ചരിച്ചാൽ നമുക്കറിയാം നിരന്തരമായിട്ടുള്ള വളവുകളും അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാമുള്ള ഒരു പാതയാണിത്. അപ്പോൾ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട അധികൃതർ ഇതിനൊരു പരിഹാരം എടുത്തിട്ടില്ല എന്നാണെങ്കിൽ ഇനിയും തുടർന്നും ഇവിടെ നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഒരു മരണക്കെണിയായിട്ടുള്ള ഒരു മുണ്ടൂർ തൂത സംസ്ഥാന പാത ഒരു മരണക്കെണിയായി മാറുകയും ചെയ്യും. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.